ഒഫ്താൽമോളജി ചികിത്സാ രംഗത്തെ ഒരു പ്രധാന ഘടകമാണ് ഐ ഡ്രോപ്സ് അഥവാ തുള്ളിമരുന്നുകൾ. പലപ്പോഴും ചെലവേറിയ നമ്മുടെ തുള്ളിമരുന്നുകൾ കൃത്യമായ ശരിയായ രീതിയിൽ ഉപയോഗിക്കുമ്പോഴും കൂടിയാണ് കണ്ണുകൾക്ക് അത് ഫലപ്രദമാവുകയുമുള്ളൂ. ഞാൻ ഡോക്ടർ റോസ്മേരി, കൺസൾട്ടന്റ് ഒഫ്താൽമോളജിസ്റ്റ്, അഹല്യ ഐ ഹോസ്പിറ്റൽ, പട്ടാമ്പി. ഒരു തുള്ളിമരുന്ന് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ടത് കൈകൾ രണ്ടും നന്നായി കഴുകി ഡ്രൈ ആക്കി വരിക. അത് കഴിഞ്ഞ് ഞാൻ ആദ്യം പറയാം, ഈ തുള്ളിമരുന്ന് തുറന്നു കഴിഞ്ഞ് അതിൻ്റെ ക്യാപ്പ് വെക്കാവുന്ന സ്ഥലവും നോക്കി വെക്കുക. അല്ലെങ്കിൽ നമ്മളൊരു ഡ്രോപ്പ് തുറന്ന് അതിൻ്റെ ക്യാപ്പ് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഡ്രോപ്പ് ഇടാൻ നോക്കും, അത് പിന്നെ താഴെ വീഴും, പിന്നെ നമ്മൾ അത് അവിടെ നിന്ന് എടുക്കും. അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ വെക്കുകയും വീഴുകയും ചെയ്യുന്ന ലിഡിൽ തന്നെ കണ്ടാമിനേഷൻ വരും. ഞങ്ങൾ ഒഫ്താൽമോളജിക്കാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സർജറി ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിന് കണ്ണിലിടുന്ന ഡ്രോപ്സും ഒക്കെ എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് സ്റ്റെറൈൽ ആയിരിക്കണം. ഇൻഫെക്ഷൻ വരരുത്. കണ്ണിലിടുമ്പോഴും അത് പീലിമയും അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്ത് ഇൻഫെക്ഷൻ വരും. അതുപോലെ ഐ ഡ്രോപ്പിന്റെ ലിഡ് വെക്കാനുള്ള സർഫസും റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ഡ്രോപ്പ് തുറക്കുക. ഡ്രോപ്പ് തുറക്കുമ്പോൾ എല്ലാ ഡ്രോപ്സും ചെയ്യുന്ന പോലെ ഡ്രോപ്പ് കറക്റ്റ് അല്ലേ എന്ന് നോക്കുക. പ്രത്യേകിച്ച് തിമിരം ശസ്ത്രക്രിയ കഴിഞ്ഞ പേഷ്യൻസിന് 2-3 ഡ്രോപ്സ് ഇടാനുണ്ടാവും. പെട്ടി ഒന്ന്, പെട്ടിയുടെ അകത്തുള്ള ഡ്രോപ്പ് വേറൊന്ന്. അപ്പോൾ ഒന്ന് തുറന്ന് ഡ്രോപ്പ് അതല്ലേ, അതിന്റെ മുകളിലുള്ള ഇൻസ്ട്രക്ഷൻസ് നോക്കുക, സമയം നോക്കുക, മരുന്നിന്റെ ഡേറ്റ് നോക്കുക, എന്നിട്ട് ക്യാപ്പ് തുറക്കുക. ക്യാപ്പ് തുറക്കുമ്പോഴും അതിന്റെ ടിപ്പ് ക്ലീൻ അല്ലേ, കണ്ടാമിനേറ്റ് അല്ലല്ലോ എന്നൊന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് തുറന്നു കഴിയുമ്പോൾ എല്ലാ ബോട്ടിൽസിനും ഒരു റിങ് ഉണ്ടാവും. ഈ ഒരു റിങ് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ലിഡ് ഒന്നും കൂടി അടയ്ക്കാൻ. റിമൂവ് ചെയ്ത് അടയ്ക്കുമ്പോൾ ഈ ലിഡിനുള്ളിൽ തന്നെ നമുക്ക് ഒരു പങ്ക്ചർ ചെയ്യാവുന്ന ഒരു നീഡിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബോട്ടിൽ തുറന്നു കിട്ടും. അല്ലാണ്ട് ഒരു നീഡിൽ വെച്ചിട്ടോ പിന്ന് വെച്ചിട്ടോ ബോട്ടിൽ നമ്മൾ തുറക്കരുത്. ഇങ്ങനെ തുറന്ന ബോട്ടിലിന്റെ ലിഡ് ഞാൻ ഇവിടെ വെക്കുന്നു. നമുക്ക് ഡ്രോപ്സ് ഇട്ട് തരാൻ ആളുണ്ടെങ്കിൽ നല്ല കാര്യം, ഇല്ലെങ്കിലും സ്വമേധയാ ഡ്രോപ്സ് ഇടുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു റൈറ്റ് ഹാൻഡഡാണ്, വലത് കൈയാണ് ഞാൻ എൻ്റെ എല്ലാ പേർപ്പസസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഇടത് കൈ കൊണ്ട് എൻ്റെ ഈ താഴത്തെ കൺപോള ഒരു പൗച്ച് പോലെ ആക്കി വലത് കൈയാണ് ഞാൻ ഇങ്ങനെ വെച്ച് പതുക്കെ ഒരു ഡ്രോപ്പ് എവിടെയും ടച്ച് ചെയ്യാണ്ട് കണ്ണിലേക്ക് ഇടുക. കണ്ണിൽ ഡ്രോപ്പ് ഇട്ട വഴിക്ക് കണ്ണ് നമ്മൾ അമർത്തി അടയ്ക്കരുത്. പതുക്കെ അടച്ചു തുറന്ന് ബ്ലിങ്ക് ചെയ്യുക. ഡ്രോപ്സ് ഇട്ട് കഴിയുമ്പോൾ തന്നെ പീളക്കുഴി, അതായത് മൂക്കിൻ്റെയും കണ്ണിൻ്റെയും ഇടയിലുള്ള ഈ ഭാഗം നമ്മൾ വിരൽ വെച്ച് ഒരു 1 to 2 minutes ഒന്ന് കണ്ണടച്ച് പ്രസ് ചെയ്ത് വെച്ചാൽ ആ ഇട്ട ഡ്രോപ്സ് കണ്ണിനകത്ത് നല്ലവണ്ണം അബ്സോർബ്ഡ് ആയി വരും. ഡ്രോപ്സ് ഇട്ട് കഴിഞ്ഞിട്ടും ഒരു ടിഷ്യൂ വെച്ച് നമ്മൾ പതുക്കെ കണ്ണിന് ചുറ്റും ഒന്ന് ഒപ്പിക്കൊടുക്കുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട് ഞാൻ പറയുന്നത് ഗ്ലോക്കോമ, ഈ രാത്രി 9 മണിക്ക് ഇടുന്ന ഗ്ലോക്കോമയുടെ മെഡിസിൻസ് ഉണ്ട്. അതൊക്കെ നമ്മുടെ കണ്ണിന് ചുറ്റും പടർന്നു കഴിഞ്ഞാൽ ആ പടർന്ന ഭാഗത്തെല്ലാം ഒരു കറുപ്പ് നിറം പടരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഐ ഡ്രോപ്സ് ഇടുമ്പോൾ ഒരു ഡ്രോപ്പാണ് ഒരു സമയത്ത് ഇടേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ കണ്ണിനകത്ത് ആ ഒരു ഡ്രോപ്പിനുള്ള സ്ഥലമേ ഉള്ളൂ. ആ ഒരു ഡ്രോപ്പ് അവിടെ നിന്ന് നന്നായി അബ്സോർബായി വരാൻ കണ്ണിൻ്റെ ഈ ഭാഗം നമ്മളൊന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് ഇരിക്കുകയും ചെയ്യാം. ഇനി സർജറിക്ക് ശേഷം നമുക്ക് 2-3 ഡ്രോപ്സ് ഇടാനുണ്ടെങ്കിൽ ഒരു ഡ്രോപ്പ് ഇട്ടിട്ട് ഒരു 5 to 10 minutes വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ഐ ഡ്രോപ്പ് ഇട്ടാൽ മതിയാകും. രണ്ടാമത്തെ ഒരു കാര്യം, ഈ മിക്ക പേഷ്യൻസിനോടും നമ്മൾ ചോദിക്കുമ്പോൾ അവരേതാ ഇടുന്നതെന്ന് ചോദിച്ചാൽ ഒരു പച്ച കുപ്പിയിലെ മരുന്നെന്ന് പേഷ്യൻസ് എപ്പോഴും പറയും. ഈ പച്ച കുപ്പിയിലെ മരുന്നൊക്കെ മോയ്സ്ചറൈസർ ലൂബ്രിക്കൻ ഡ്രോപ്സ് ആണ്. ഇത് നമ്മൾ ചെറുപ്പക്കാർക്ക്, യാത്ര ചെയ്യുന്നവർക്ക്, സിസ്റ്റം യൂസ്, ഡ്രൈ യൂസിനൊക്കെ നമ്മൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രോപ്പാണ്. ഈ ഡ്രോപ്പൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ തണുപ്പോട് കൂടി ഇടുമ്പോൾ ആ തണുപ്പ് വീഴുന്നത് നമുക്കൊരു അടയാളമാണ് ഡ്രോപ്പ് കറക്റ്റായിട്ട് കണ്ണിൽ വീണു എന്നുള്ളത്. അങ്ങനെ ഇടുന്നത് ഒന്നുകൂടി നല്ലതായിരിക്കും. ഇനി വേറൊരു ടൈപ്പ് ഓഫ് ബോട്ടിൽസ് ഞാൻ കാണിച്ചു തരാം. ഇത് നൊവീലിയ ബോട്ടിൽസ് ആണ്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് തുറന്നു കഴിഞ്ഞാൽ തന്നെ ബോട്ടിൽ ഓപ്പൺഡ് ആണ്. നമുക്ക് വേറെ അടച്ചോ ഇത് ഊരി വെക്കാൻ റിങ്ങോ ഒന്നുമില്ല. ഇത് തുറന്നു കഴിഞ്ഞാൽ തന്നെ ബോട്ടിൽ ഓപ്പൺ ആണ്. അത് നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡ്രോപ്പേ അറ്റ് എ ടൈം വരുള്ളൂ. ഈ നൊവീലിയ ബോട്ടിൽ ഇൻഫെക്ഷൻ വരാണ്ടിരിക്കാൻ വേണ്ടി ഒന്നുകൂടി സേഫ് ആയിട്ട് മാനുഫാക്ചർ ചെയ്യുന്നതാണ്. അതായത് പുറത്ത് വന്ന തുള്ളി മരുന്ന് തിരിച്ച് ഉള്ളിലേക്ക് പോവില്ല. ഈ ബോട്ടിൽസിൻ്റെ ഒക്കെ ഈ പ്രത്യേകത, ഈ ടെക്നോളജിക്ക് തന്നെ അതിൻ്റെ മേക്കിംഗ് ചാർജസ് എക്സ്ട്രയാണ്. ഇനി കുട്ടികൾക്ക് ഡ്രോപ്സ് ഇടുന്നതാണ് അടുത്തൊരു സിനേറിയോ. കുട്ടികൾ പലപ്പോഴും ഡ്രോപ്പ് ഇടാൻ സമ്മതിക്കില്ല. 2-3 പേര് കൂടിയിട്ട് കുട്ടീനെ പിടിച്ച് വലിച്ച് ഡ്രോപ്പ് ഇടുന്ന ഒരു സർക്കസ് ആയിട്ടാണ് പലപ്പോഴും കാണാറ്. അതിനും വഴിയുണ്ട്. കണ്ണ് അമർത്തി പിടിച്ചിരിക്കുന്ന ഒരു കുട്ടിയുടെ കൺപീലിയുടെ ഈ ഒരു സൈഡിൽ നമ്മൾ ആ ഒരു ഡ്രോപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് പതിയെ അവരോട് കണ്ണ് തുറക്കാൻ പറഞ്ഞാൽ മതി. അങ്ങനെ ഇടുമ്പോൾ തന്നെ ആ ഡ്രോപ്പ് കണ്ണിനുള്ളിലേക്ക് അബ്സോർബ് ചെയ്ത് കയറിക്കോളും.
കുട്ടികൾക്ക് നമ്മൾ ഡ്രോപ്സ് സ്കൂളുകളിൽ കൊടുത്തു വിടുന്നത് ഒരു നല്ല ശീലമായിട്ട് എനിക്ക് തോന്നാറില്ല. കാരണം കുട്ടികളാണ്, അവരത് പകുതി തുറന്ന് പകുതി അടച്ച് ബാഗിലിടും, തുറന്നു പോവും, പിന്നെ ആ ലിഡ് അടയ്ക്കുമ്പോഴേക്കും തന്നെ അതിൽ കണ്ടാമിനേഷൻ വരും. അപ്പൊ ഇതൊക്കെയാണ് ഐ ഡ്രോപ്സ് ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ ഒരിക്കൽ ഓപ്പൺ ചെയ്ത ഡ്രോപ്സ് അത് പ്രിസ്ക്രൈബ് ചെയ്ത രീതിയിൽ തന്നെ ഇടുക. നമ്മൾ 2 ദിവസം വിട്ടുപോയി, ഒരാഴ്ച ഇട്ടില്ല, ഒരു മാസമൊക്കെ അവിടെ ഇരിക്കുന്ന ഡ്രോപ്പ് പിന്നെ വെറുതെ ഇടയിൽ വാങ്ങിച്ചിട്ടിടുക, അതൊന്നും ചെയ്യരുത്. അതുപോലെ ലൂബ്രിക്കൻ്റ് ഐ ഡ്രോപ്സ് ഓക്കെ, നമ്മൾ സ്ഥിരമായിട്ട് ഇടാനും പേഷ്യൻസിന് കൊടുക്കും. ഡ്രൈ ആയി ഉള്ളവർക്കൊക്കെ ആസ് ആൻഡ് വെൻ റിക്വയർഡ്, നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴും ഇടയ്ക്ക് വാങ്ങിച്ചിടാം. ഇതല്ലാണ്ട് വേറെ ഒരു ഐ ഡ്രോപ്സും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് നമ്മളൊരു മെഡിക്കൽ ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യരുത്. ഇത്രയൊക്കെയാണ് ഐ ഡ്രോപ്സ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു തരാനുള്ളത്. താങ്ക് യു.